സമയം 3:30 ആയിട്ടുണ്ട്. ഇന്ന് എടുത്ത ട്രേഡ് ഞാൻ കാണിച്ചു തരാം. നിഫ്റ്റിയിൽ ഇന്ന് നമുക്ക് രാവിലെ തന്നെ ഒരു എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി മാർക്കറ്റിൽ രാവിലെ ടാപ്പ് ചെയ്ത സമയത്ത് അപ്പ് സൈഡിലേക്കുള്ള ട്രേഡ് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രേഡ് മാത്രമേ ഇന്ന് ചെയ്തിട്ടുള്ളൂ. അത് തന്നെ കോസ്റ്റ് പ്രൈസിൽ എക്സിറ്റ് ആയതാണ്. ആ ഒരു ട്രേഡിൻ്റെ 10:12 എടുത്തിട്ട് 10:22 കോസ്റ്റ് പ്രൈസിലേക്ക് ചെറിയ പ്രോഫിറ്റ് വന്നപ്പോൾ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചു കൊടുത്തത്. കാരണം അവിടുന്ന് അപ്പ് സൈഡിലേക്കും ഒരു പ്രോഫിറ്റബിൾ ഏരിയയിലേക്കുള്ള ഒരു ടാർഗറ്റ് ലെവലില്ലായിരുന്നു ആ ഒരു ട്രേഡിൽ. ആ ട്രേഡിൻ്റെ ഏരിയ ഒന്ന് കാണിച്ചു തരാം. ആ ട്രേഡ് എടുത്ത സമയം എന്ന് പറഞ്ഞാൽ 10:12 10:12 ഇവിടെ 10:12 ആ ഒരു ട്രേഡ് ഇവിടെ നിന്നാണ് ഞാൻ ആ ഒരു ട്രേഡ് എടുത്തത്. ആ ഒരു ട്രേഡിൽ നമ്മൾ എന്താ പറയുക, ടാർഗറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് നെക്സ്റ്റ് ഒരു ഹൈയിലേക്ക് ടാർഗറ്റ് ഇല്ല, അത്യാവശ്യം ചെറിയ പോയിൻ്റേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ അത് അത്യാവശ്യം മുകളിലെത്തിയ സമയത്ത് എക്സിറ്റ് ചെയ്തു. പിന്നെ വിചാരിച്ചു അപ്പ് സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാമെന്ന്. പക്ഷേ അതൊന്നും മാർക്കറ്റ് നിഫ്റ്റിയിലൊന്നും ടാപ്പ് ചെയ്യാതെ സ്ട്രൈറ്റ് പിന്നീട് ഡൗൺ സൈഡിലേക്ക് അങ്ങനെ മൂവ് ചെയ്താൽ ചെയ്തത്. നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഓരോ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഉണ്ടാക്കി അത് എടുക്കാതെ അങ്ങനെ താഴേക്ക് വരിക ചെയ്ത്. ഏതെങ്കിലും ഒന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ താഴേക്ക് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നിഫ്റ്റിയിൽ വന്ന ഏരിയ എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ 3 മണിയാവാൻ സമയത്താണ് പിന്നെ ഒരു അപ്പ് സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തത്. പക്ഷേ 3 മണിയായപ്പോൾ പിന്നെ ആ ഒരു ട്രേഡ് കൺസിഡർ ചെയ്തിട്ടില്ല. ആകെ ഒരൊറ്റ ട്രേഡ് എടുത്തിട്ടുള്ളൂ. ഇവിടെ ഓർഡറിൽ നിങ്ങൾക്ക് കാണാം ടൈം. അതിനുശേഷം പിന്നെ ട്രേഡ് എടുത്തില്ല. ഇന്ന് ലോസും ഇല്ല പ്രോഫിറ്റും ഇല്ല എന്നുള്ള അവസ്ഥയിൽ. ബാങ്ക് നിഫ്റ്റിയിൽ രാവിലെ അപ്പ് സൈഡിലേക്കുള്ള എൻട്രി തന്നിട്ടുണ്ടായിരുന്നു. അപ്പ് സൈഡിലേക്ക് എൻട്രി തന്നു. അത് വലിയൊരു മൂവ്മെൻറ്റും കിട്ടിയില്ല. പക്ഷേ ഡൗൺ സൈഡിലേക്കുള്ളൊരു എൻട്രി നമുക്ക് അത്യാവശ്യം ടാർഗറ്റ് ഏരിയ വന്നിട്ടുണ്ടായിരുന്നു. ഒരു അപ്പ് സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് ഈ ഒരു ഏരിയ എന്നൊക്കെ ടോപ്പിൽ നിന്ന് നമുക്ക് ഡൗൺ സൈഡിലേക്ക് ഒരു 1 മിനിറ്റ് നോക്കുകയാണെങ്കിൽ ട്രേഡ് താഴേക്ക് ഉണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ എൻട്രി ഏരിയ ഒന്ന് ഞാൻ പറഞ്ഞില്ല. ഡൗൺ സൈഡിലേക്ക് നമുക്ക് കിട്ടിയ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ഇവിടെ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് എന്താണ് ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. ഈ ഒരു ട്രേഡ് ടാർഗറ്റ് ഡേലോയിലേക്കും ഇതേപോലെ വലിയ ടാർഗറ്റ് 160 പോയിൻ്റൊക്കെ ഉള്ളൂ. പക്ഷേ അത് ഓൾമോസ്റ്റ് 200 പോയിൻ്റിൻ്റെ അടുത്ത് മൂവ് ചെയ്തിട്ടുണ്ട്. 1:5 ഒക്കെ കിട്ടിയിട്ടുണ്ടാവും എൻട്രി എടുത്തു കഴിഞ്ഞാൽ 1:5 ഇറങ്ങുന്നവർക്ക്. പക്ഷേ ഞാൻ ആ ട്രേഡും എടുത്തിട്ടില്ല. ഒരു എൻട്രി ഉണ്ടായിരുന്നു. പിന്നെ അപ്പ് സൈഡിലേക്കുള്ളത് SL ആയിരിക്കും, ഡൗൺ സൈഡിലേക്കുള്ളത് പിന്നെയും ടാർഗറ്റിലേക്ക് വന്നിട്ടുണ്ട്. പിന്നീട് ബാങ്ക് നിഫ്റ്റിയിലും ഇതേപോലെ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുന്നത് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ്. പിന്നീട് നമുക്ക് 5 മിനിറ്റ്സിലൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുന്നത് ഇവിടെ ഒരു എൻട്രി അപ്പ് സൈഡിലേക്ക് ഉണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ. അതുപോലെ ഡൗൺ സൈഡിലേക്ക് പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് സമയം. പിന്നെ അപ്പോഴേക്കും 2:30-3 മണി ആവാനായപ്പോൾ പിന്നെ ആ ട്രേഡും കൺസിഡർ ചെയ്തില്ല. അപ്പോൾ ഓവറോൾ ഒന്ന് ക്ഷമയോടെ ഇരുന്നു, വെയിറ്റ് ചെയ്തു. നമുക്കെന്താണ് എനിക്ക് മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ ഒന്ന് കണ്ടിട്ട് ഇന്ന് അത്രയ്ക്ക് ഒരു ട്രേഡ് എടുക്കാനുള്ള ഫസ്റ്റ് ട്രേഡ് എടുത്തതിന് ശേഷം പിന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരട്ടെ എന്ന് വിചാരിച്ച് കാത്തുന്നതാണ്. വെയിറ്റ് ചെയ്തു. പക്ഷേ ട്രേഡ് പിന്നെ കിട്ടാത്തതുകൊണ്ട് നല്ലൊരു പ്രോപ്പറായിട്ടൊരു ടാർഗറ്റ് ലെവലിൽ പൊതുവേ ഇന്നത്തെ മാർക്കറ്റിൽ അധികം എൻട്രി കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ഡൗൺ സൈഡിലേക്കാണെങ്കിലും അപ്പ് സൈഡിലേക്കാണെങ്കിലും അധികം ടാർഗറ്റ് ഇപ്പോൾ ഇവിടുന്ന് ഒരു എൻട്രി കിട്ടിയാൽ തന്നെ നമുക്ക് ടാർഗറ്റ് ലെവൽ കുറവായിരുന്നു. ശരിക്കും ആ ഒരു ഈ എൻട്രി തന്നെ എനിക്ക് എടുക്കാൻ പറ്റുക 1:5 ഒക്കെ ഞാൻ വെക്കുന്നുണ്ട്. ആ എൻട്രി എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എൻട്രി എടുത്തുകൊണ്ടാണ് പെട്ടെന്ന് ഇറങ്ങാനും കാരണം. നമുക്ക് ഒറ്റ ട്രേഡ് പോലൊന്നും മര്യാദയ്ക്ക് ഒരു ടാർഗറ്റ് ലെവൽ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് എൻട്രി ചെയ്യാതിരുന്നത്. കാരണം നമുക്ക് ഇനിയും ദിവസങ്ങളുണ്ട്. വെയിറ്റ് ചെയ്ത് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അതിൽ വെരി ഇമ്പോർട്ടൻ്റ് ആ ട്രേഡിങ്. നിങ്ങൾക്കറിയാം, നല്ല അവസരങ്ങൾ വരുന്ന ദിവസങ്ങൾ ട്രേഡ് ചെയ്യുക, കുഴപ്പമില്ല. ഇപ്പോൾ കണ്ടിന്യൂസ് 3 ദിവസം നമുക്ക് പ്രോഫിറ്റാണ്. ഇന്നത്തെ ദിവസം നമുക്ക് ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടി, അത് എടുത്തു. അതിൽ ചെറിയൊരു പ്രോഫിറ്റ് ആയപ്പോൾ ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചതാണ്. പിന്നീട് ഇന്ന് ട്രേഡൊന്നും ചെയ്തിട്ടില്ല. നല്ല അവസരങ്ങൾ ലേറ്റാണ്. നമുക്ക് ഇനിയും ദിവസങ്ങളുണ്ടാവും. നല്ല അവസരങ്ങൾ വരുന്ന സമയങ്ങൾ എടുക്കുക, ഡിസിപ്ലിനോട് കൂടി ഇരിക്കുക. ഓവർ ട്രേഡ് ചെയ്ത് ഇങ്ങനത്തെ അധികം മൂവ്മെൻറ്റ് ഇല്ലാത്ത മാർക്കറ്റിൽ വെറുതെ ക്യാഷ് കൊണ്ട് കളയാതെ ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളതാണ് ഒരു മെത്തേഡ്. അത് കറക്റ്റായിട്ട് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇന്ന് എനിക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. നല്ല വെയിറ്റ് ചെയ്ത് നല്ല ഓപ്പർച്യൂണിറ്റി ആയി തോന്നാത്തതുകൊണ്ടാണ് ട്രേഡ് എടുക്കാതെ. ഇനി ഞാൻ നാളത്തെ ലെവൽസും കൂടി ഈ വീഡിയോയിൽ തന്നെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ നാളെ ട്രേഡ് ചെയ്യാൻ പോകുന്ന പ്ലാൻ എന്ന് പറഞ്ഞ ഏരിയ ലിക്വിഡിറ്റി ഏരിയ 50,173 താഴേക്കാണ് മാർക്കറ്റ് ആദ്യം വരുന്നതെങ്കിൽ ഞാൻ അപ്പ് സൈഡിലേക്കായിരിക്കും പ്ലാൻ ചെയ്യുക. ഇനി അല്ല 50,813 മുകളിലേക്കാണ് മാർക്കറ്റ് ആദ്യം പോകുന്നതെങ്കിൽ ഡൗൺ സൈഡിലേക്കായിരിക്കും പ്ലാൻ ചെയ്യുക. അതാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ പ്ലാൻ ചെയ്യുന്ന ഏരിയ ലിക്വിഡിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ ഞാൻ ട്രേഡിങ് ഏരിയ എന്നായിരിക്കും പ്ലാൻ ചെയ്യാം. ഇനി നിഫ്റ്റിയിലാണെങ്കിൽ 23,527 താഴേക്കാണ് മാർക്കറ്റ് ആദ്യം വരുന്നതെങ്കിൽ അപ്പ് സൈഡിലേക്ക്. ഇനിയല്ല മാർക്കറ്റ് 23,774 മുകളിലേക്കാണ് ആദ്യം പോകുന്നതെങ്കിൽ ഡൗൺ സൈഡ്. ഈ 2 ഏരിയ എന്നാണ് നിഫ്റ്റിയിൽ പ്ലാൻ ചെയ്യുക. ഞാൻ ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഏരിയാസാണ്. ഇനി ഇത് രണ്ടും ടാപ്പ് ചെയ്യാതെ ഇതിൻ്റെ സെൻറ്ററിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ നാളത്തെ ദിവസം ക്രിയേറ്റ് ചെയ്യുന്ന ഏതാണോ പ്രൈസ് ആക്ഷൻ അതിനനുസരിച്ച് ലിക്വിഡിറ്റി ഏരിയ അതിനനുസരിച്ചിട്ടായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. താങ്ക് യു, ബൈ.